ഫആമിനു ബില്ലാഹി വറസൂലി, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കണം. വ റസൂലിഹി, അള്ളാഹുവിൻ്റെ റസൂലിനെയും റസൂലിലൂടെ അള്ളാഹുവിനെ വിശ്വസിക്കണം. എങ്ങനത്തെ റസൂലാണ്? അൻ നബിയിൽ ഉമ്മി, കണ്ടോ, ഉമ്മിയായ നബിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹിൻ്റെ റസൂൽ ഇവിടെ സ്കൂളിലും പോയിട്ടില്ലല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിൻ്റെ ആൾക്കാരാണ് അന്ത്യദൂതര കാലത്ത് ഞാനുണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ പാട്ടുപാടുന്ന ആളുകൾ. ആ റസൂലുള്ളാഹിൻ്റെ കദമിൽ കടന്നു വരുന്ന കാലഘട്ടത്തിലെ മശായിഖന്മാർ, ആ മഹാന്മാർ വരുമ്പം അയാൾ കിതാബ് ഓതിനോ? ആമ്മി അതല്ലേ മറ്റേ ആൾ പറയുന്നത്. കിതാബ് ഓതാതെ പിന്നെ എങ്ങനെ ശരിയാൽ? ഇതുവരെ പൂളത്താൻ പോയ കച്ചവടത്തിന് നടക്കേനി. ഈ ആളുകൾ റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടെങ്കിൽ എന്തായിരിക്കും കഥ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇന്ന് നമ്മൾ ഈ പാട്ട് പാടുന്ന പെട്ട ടീം ഇവരുണ്ടെങ്കിൽ, മഹമ്മദോ ആ അബ്ദുള്ളാൻ്റെ ആ കച്ചവടം നടത്തി നടത്തുന്ന മഹമ്മദ് ഓപ്പം എന്തേ നബിയായി? ഓനെങ്ങനെ വിവരമുണ്ടോ? ഓൻ വല്ല തൗറാത്തും പഠിച്ചണോ? തൗറാത്തും ഇഞ്ചിലും അള്ളാഹിൻ്റെ കിതാബ് അവിടെ ഉണ്ടെന്ന്. തൗറാത്തും ഇഞ്ചിലും കിതാബ് ഉണ്ട് എന്നല്ല റസൂൽ പറഞ്ഞാൽ ആ കിതാബൊന്നും എടുക്കാൻ പറ്റൂല. എങ്ങനെയുണ്ട്? നമുക്കിന്ന് ചരിത്രം പറയാൻ സുഖം. റസൂൽ പറഞ്ഞ വാക്കിൻ്റെ സ്ട്രോങ് നോക്കി നിങ്ങൾ. ഇന്നൊരു മുസ്ലിയാർ വന്ന് പറയാണ് ബുഖാരി മുസ്ലിം തുർമുദി എന്ന് പറഞ്ഞ് തുറക്കാൻ പാടില്ല. അള്ളാന്റെ കിതാബിലെ തൗറാത്തും ഇഞ്ചിലെ തുറക്കാൻ പാടില്ല. അതിൻ്റെ ഒരു പേപ്പറുമായി ഏടുമായി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്നതാണ്. തൗറാത്തിൻ്റെ ഏടാണ്. റസൂലുള്ളാഹിന്റെ മുഖം ദേഷ്യപ്പെട്ടു പോയിനാ, അല്ലാതെ ആ സർഫാക്കപ്പെട്ട കിതാബ് കണ്ടപ്പോൾ വാങ്ങി ചുംബിച്ചൊക്കെയല്ല. അതൊന്നും ഇവിടെ തുറക്കാൻ പാടില്ല എന്ന് ഞാൻ പറയുന്നു. ഇവിടെ വിഷയങ്ങൾ ഇന്ന് നമ്മളിത് മഹത്വം പറയാണ്. അന്ന് പല ആളുകൾ റസൂലുള്ളാഹിനെ എതിർത്തെന്താരോ, തൗറാത്തും ഇഞ്ചീലൊന്നും അതൊന്നും ഇനി തുറക്കാൻ പാടില്ല എന്ന് ഇയാൾ പറയണത്. ഇപ്പം വ്യാജം തന്നെ. അന്ത്യദൂതരെ കാലത്ത് ഞാൻ ഈ പാട്ട് പാണ പല ടീമൊന്നും ഇങ്ങനെയാണ്. വിശ്വാസമല്ല, ആ വിശ്വാസം ഉണ്ടോ എന്ന് സ്ഥിരപ്പെടുന്ന സ്ഥലമാണ് കാലഘട്ടത്തിലെ മശായിഖന്മാരുമായിട്ടുള്ള ബന്ധം. അവിടെയാണ് അതിൻ്റെ രൂപം തെളിയ. അത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇവർ മശായിഖന്മാരെ മക്കാറാക്കാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമ്മിയാണ്. ആമ്മി നമ്മളെ നാട്ടിൽ പറയാം. ആളെ ആമ്മിയാണ്, ഒരു സാധാരണക്കാരനാണ്. അത് തന്നെയാണ് നബിയിൽ ഉമ്മി. റസൂൽ പറയാണ് ഫആമിനു ബില്ലാഹി വ റസൂലിഹി അൻ നബിയിൽ ഉമ്മി. എന്നെ ഉമ്മിയായ ഞാൻ അല്ലാഹുവിന്റെ നബിയും റസൂലുമാണ്, എന്നെ നിങ്ങൾ വിശ്വസിക്കണം. രക്ഷല്ല, വിശ്വസിക്കാതെ രക്ഷല്ല. അപ്പൊ ഈ ടീം അന്നുണ്ടെങ്കിൽ, ഞാനതാ പറഞ്ഞത്, മീലാദ് ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾ അല്ലാഹുവിന്റെ റസൂലില്ല, റസൂലിനെ ഇവർക്ക് വിശ്വാസം ഇല്ല. ഈ ടീം അന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന ഇങ്ങനത്തെ ഇവർ കൊണ്ടെടുക്കണം. ഇപ്പോൾ ഈ സെന്റിനറി സമസ്ത 38 വയസ്സേ ആയിട്ടുള്ളൂ ഉണ്ടായിട്ട്, അതിന് സെന്റിനറി ഉണ്ടാണ്. ഈ ടീമൊക്കെ അന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതൽ അവഹേളിച്ചും നിന്ദിച്ചും തരം താഴ്ത്തും പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് കുറ്റ്യാടി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആരോപണമല്ലത്. ഇയാളൊക്കെ അന്ന് മക്കയിലുണ്ടെങ്കിൽ അബൂജഹലിന്റെ പ്രധാനപ്പെട്ട സെക്രട്ടറി ആയിരിക്കും, ഒരു സംശയവുമില്ല. അയാൾ പറയും വിവരമില്ലാത്ത ആൾ, വിവരമുള്ള ഞാൻ തൗറാത്തും ഇഞ്ചിലൊക്കെ പഠിച്ച എന്നെ നോക്കൂ. ഏതോ കച്ചവടക്കാരൻ ഇപ്പോൾ വന്ന് ഇറങ്ങി ഇങ്ങനെ പറയാ, ഇതല്ലേ പറയാ, നിങ്ങൾ റസൂലിനെ വിശ്വസിക്കൂല, ഒരിക്കലും വിശ്വാസം സ്ഥിരപ്പെടൂല. അൻ നബിയിൽ ഉമ്മി, അള്ളാഹുവിന്റെ റസൂൽ ഉമ്മിയാണ് എന്ന് പറഞ്ഞാൽ റസൂലിനെ വിവരമില്ല എന്നല്ല, പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചുണ്ടാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പഠിച്ചിട്ടില്ല. അല്ലമഹു ശദീദുൽ ഖുവാ, അള്ളാഹു അവർക്ക് വേണ്ട എല്ലാ വിജ്ഞാനങ്ങളും അള്ളാഹ് നൽകുന്നുണ്ട്. വലിയ അത്ഭുതമല്ലേ ഇതൊക്കെ? ഇത് പറഞ്ഞതോടുകൂടിയാണ് അള്ളാഹുവിന്റെ റസൂല് ഇതുവരെ ഉഷാറായ ആള് ഒറ്റടിക്ക് മറിഞ്ഞുപോയി. ശുദ്ധമായ ഖുർആനിൽ കാണാലോ, ആ ഉൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിനാ, ഈ മക്കയിൽ നമ്മളെല്ലാവരും ഉണ്ടായിട്ട് പോന് മാത്രം എന്തോ ഒരു അള്ളാഹിന്റെ വഹ്യിട്ടേ കണ്ടാ, ഔ ഉൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിനാ. അന്ന് അബൂ സുഫിയാനും മറ്റു പല ആളുകളും അബൂജലിനൊക്കെ പ്രശ്നതാണ്. അബൂജൽ പറയാ മുഹമ്മദിന്റെ ഒക്കെ മാതിരി ഒരാളെന്നല്ലേ ഞാനും, എനിക്ക് കുടുംബ മഹിമുണ്ട്, ആരോഗ്യമായിട്ടുള്ള പവറുകളുണ്ട്, വഹിയൊക്കെ ചുമക്കാനുള്ള എന്താ എൻ്റെ തലക്കും ബോഡിക്കൊക്കെ പവറില്ലേ,
പിന്നെ എങ്ങനെ മുഹമ്മദിന് മാത്രം ഇപ്പം എന്തോന്നാണ് കിട്ടുക കണ്ടോ? ആ ഉൽക്കിയ ദിക്റു അലൈഹി മിൻ ബൈനിനാ, നമ്മൾക്കിടയിൽ അവന് മാത്രം എന്താ ഒരു ദിക്ർ കിട്ടിയത്? ബൽ ഹുവ കദ്ദാബ് അശിർ, അവൻ പച്ചക്കള്ളം പറയുകയാണ്, ശെറ് പിടിച്ച ആളാണ്, ശരിയല്ല. ഇതുവരെ റസൂലുള്ളാഹിന്റെ പേരെന്താ? അൽ അമീൻ, നല്ല ആളാണ്. ആ റസൂൽ ഈ കാര്യം പറഞ്ഞപ്പോൾ കദ്ദാബുൻ അശിർ. കണ്ടങ്ങള്, ഇന്ന് നമ്മുടെ നാട്ടിൽ മശായിഖന്മാരെ കുറിച്ച് ഇതേ പ്രയോഗം നടത്തുന്ന ടീമാരാ നോക്കിങ്ങൾ. അതാ നമ്മൾ പറഞ്ഞ കാഫിർ എന്ന് പറഞ്ഞ് പൊട്ടോടെ നോക്കണ്ട, മഹലായ കുഫറിൽ പല തലയെക്കെട്ടുകാരുണ്ടാവും. കാര്യാപകടാണ്. അള്ളാഹ് റസൂലിന്റെ കാലത്ത് കാഫിരീങ്ങളും മുനാഫിക്കുകളാവുന്ന അവ്വൽ സുഫിൽ ആരാ വരുന്നോ? അഹ്ലി കിതാബ്. വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും, അഹ്ലി കിതാബിൽ നിന്ന് റസൂലിനെ വിശ്വസിച്ചാൽ അവർക്കതാണ് ഗുണം. മിൻഹുമുൽ മുഅ്മിനൂൻ, അവരെ കൂട്ടത്തിൽ കുറഞ്ഞ ആളുകൾ ഈമാനുള്ളവരുണ്ട്. വ അക്സറുഹുമുൽ കാഫിറൂൻ, ഭൂരിഭാഗവും കാഫിറുകളാണ്. വ്യക്തമായി നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഇത് പരിഹസിക്കല്ലേ ചെയ്യാ. എന്താ ഷെയ്ഖ് കച്ചവടം നടന്നിപ്പം റസൂലാന്ന് മാത്രമല്ല, ഈ ഷെയ്ഖ് കയറി പറയല്ലേ. ഇനി റസൂലിനെ കുറിച്ച് ഷെയ്ഖ് എന്ന് പറഞ്ഞതിന് പ്രശ്നം ഉണ്ടാക്കണ്ട, അതൊക്കെ ഷെയ്ഖന്മാരാണ്. നൂഹ് നബിനെ കുറിച്ച് ഉമർ ഖാലിദ് എന്താ വടി? വബിഹിൽ ഷെയ്ഖിൽ അംബിയാ സബതദ്ദുസുർ. നമ്മൾ മങ്കൂസ് മോദില്ലേ വസ്തഹാസബിഹി നൂഹൻ, നൂഹ് നബിനെ വിളിച്ച് സഹായം തേടിയില്ലേ? നൂഹ് നബിയോട് സഹായം തേടി എന്ന് പറഞ്ഞാൽ അതബ് കേടാന്നുള്ളിടത്താണ് ഇപ്പം പേരോട് സഖാഫി. അത് തെറ്റിദ്ധാരണക്ക് വഴി ഉണ്ടാക്കും. ആ സംഭവം ഉമർ ഖാലിദ് പാടുമ്പോൾ എങ്ങനെ പാടിയത്? വബിഹിൽ ഷെയ്ഖിൽ അംബിയാ സബതദ്ദുസുർ. ആ കപ്പലിന് അവിടെ ഉറപ്പ് കിട്ടിയത് ഷെയ്ഖുൽ അംബിയ നൂഹ് നബിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുഐബ് നബിനെ മക്കൾ പറഞ്ഞില്ലേ മൂസാ നബിയോട്, വ അബൂന ഷെയ്ഖുൻ കബീർ, ഞങ്ങളെ വാപ്പ കാര്യപ്പെട്ട ഷെയ്ഖാണ്. ഇവരൊക്കെ ഈ ടീമിനെ നേരെ എടുത്ത് അങ്ങോട്ട് വെച്ച് നോക്കിയാൽ മതി, ഒരിക്കലും വിശ്വസിക്കൂല. പരിഹാസം, കുപ്രചരണങ്ങൾ, ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്ക് വിശ്വസിക്കാൻ ആ മുത്തുനബി അവരെക്കുറിച്ച് അവരാണ് പറയുക. ഇവര് ചോദിച്ചത് ആ ഉൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിനാ ബൽ ഹുവ കദ്ദാബുൻ അശിർ. അപ്പൊ ഹബീബരായ സയ്യിദുനാ ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ കുറെ ആൾക്കാർ പറയാ 40 കൊല്ലം വരെയാൻ വേണ്ടിണ്ടായില്ല, ഇന്ന് വരെ എന്തേ പറയാഞ്ഞു. അല്ല ഒന്നാണ്, ഈ 2, 3, 4, 10 പാടില്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത് 30-ാം വയസ്സും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴാണ് അവനുണ്ടായത്. ഇതുവരെ എന്തേ ഉണ്ടാഞ്ഞത്? നമ്മളോടൊക്കെ തോൾ പിടിച്ച് നടന്ന ആളല്ലേ. റസൂലുള്ളാഹിന്റെ മക്കളെ കെട്ടിയത് തന്നെ 2 ആളെ കെട്ടിയത് അബൂ താലിബിന്റെ മക്കളായിരുന്നില്ല, അബൂ ലഹബിന്റെ. പിന്നെ റസൂലുള്ളാഹി കാര്യം പറഞ്ഞപ്പോൾ തെറ്റിപ്പിരിഞ്ഞു, പ്രശ്നമായി. പക്ഷെ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ. ഇതാണ് മാർഗം. ആ നിലയിൽ അഷ്റഫുൽ വറാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് മശായിഖന്മാരെ മാർഗം. അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കണമെങ്കിൽ അതിൻ്റെ ആ കദമിൽ ലോകത്ത് കടന്നു വരുന്ന മശായിഖന്മാർ ഓലൊക്കെ ചരിത്രം പലതും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർ പറയാണ്, റസൂല് പറഞ്ഞു നോക്കൂ നിങ്ങൾ, മൂസന്റെ മീതയാണ് ഞാൻ, ഈസന്റെ മീതയാണ് ഞാൻ എന്നല്ല. അന സയ്യിദു ഉൽദി ആദം വ ആദമു വമൻ മാഹു തഹ്ത ലിവാഇ, എല്ലാ അമ്പിയാക്കൾക്കും നേതാവാണ് ഞാൻ. അഷ്റഫുൽ വറാ സയ്യിദുനാ റസൂലുള്ളാഹി. ലാ ഫഖ്റ, അതിന്റെ മീതഞ്ഞ് വേറെ ഫഖ്ർ പറയല്ല. പറഞ്ഞില്ലേ? മൂസാ നബി തൗറാത്തുമായി ചില ആളുകൾ വന്നപ്പോഴാണ് റസൂൽ പറഞ്ഞത്, ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബായി. മൂസന്ന് ഹയാത്തിലുണ്ടോ ഇന്റെ ബാക്ക് നിൽക്കേണ്ടി വരും. അത് പറഞ്ഞാൽ തന്നെ പറയും മൂസ എന്നൊക്കെ പറഞ്ഞ ബഹുമാനല്ലേ അയാൾക്ക്. ലൗകാന നബിയുല്ലാഹി വ കലീമുല്ലാഹി മൂസ എന്നൊന്നും പറഞ്ഞിട്ടില്ല. മൂസ ഉണ്ടോ എൻ്റെ ബാക്ക് നിൽക്കേണ്ടി വരും റസൂൽ പറയാണ്. ഇതൊക്കെ ഒന്ന് നോക്കും. അയാൾ വ്യാജനാന്നുള്ളതിന് മറ്റൊരു തെളിവ്, മുൻകഴിഞ്ഞു പോയ നബിയോട് ബഹുമാനല്ല.
പറയില്ലേ? റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിക്കുങ്ങൾ. അവരവർക്ക് അധികാരം കിട്ടിയത് പറയും. അവിടെ പല ആളുകൾക്കും പ്രശ്നമായി. കാരണം മൂസാ നബി അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് തന്നെ പല അത്ഭുതങ്ങളും പരക്കെ അറിയപ്പെട്ട സംഭവം ഉണ്ടായി. അന്ന് ഫിരൗന് സ്വപ്നം കണ്ടല്ലോ ഒരു കുട്ടി ഇവിടെ ജനിക്കുന്നൊക്കെ. ആൺകുട്ടികളെ മുഴുവൻ കൊല്ലല്ലേ. ആ കൂട്ടത്തിൽ മൂസാ നബി ജനിക്കണ സമയമാണത്. നോക്കിങ്ങൾ, മൂസാ നബിൻ്റെ വീട്ടിലേക്ക് പട്ടാളക്കാർ വന്നില്ലേ? മൂസാ നബി അലൈഹി സ്വലാമിന് ഉമ്മ ആ ഭയപ്പെട്ട സമയത്ത് അടുപ്പിലേക്ക് ഇട്ടുന്ന. കാരണം അടുപ്പിലേതായാലും ഇപ്പോൾ ഇത് പരിശോധിക്കൂലല്ലോ. പട്ടാളക്കാർ പോയപ്പോൾ അടുപ്പിൽ നിന്ന് കുട്ടിക്ക് തീയൊന്നും പൊള്ളിയിട്ടില്ല. ഇയാൾ പറഞ്ഞ അങ്ങനെ ഇട്ടാൽ കരിയും വീണാൽ കരിയൂലാന്ന്. അള്ളാഹുവിൻ്റെ കൽപ്പന. കുട്ടിൻ്റെ കാര്യത്തിൽ ബേജാറുണ്ടോ എന്ന ബേജാറാകണ്ട, ഒരു പെട്ടിണ്ടാക്കി അതിനെ നൈൽ നദിയിലേക്ക് ഇട്ടേക്കൂ. സുബ്ഹാന ജല്ല ജലാലു. ഖുർആനിലെ കഥയാണിത്. അണ്ടത്തോട് സുജായി മൊയ്തു മുസ്ലിയാരും കുഞ്ഞായി മുസ്ലിയാരൊക്കെ ചോദിച്ചില്ലേ, ഓതും ഫുറൂഖാൻ അതിൽ വിശ്വാസമുണ്ടോ മണ്ട? ആളുകളെ ബുദ്ധിയിൽ ഉൾക്കൊള്ളാത്ത കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് പറയാൻ പാടില്ല, ശരീഅത്തിന് നിരക്കാത്ത. ശരീഅത്തിന് നിരക്കോ ഈ കുട്ടിനുണ്ടാക്കിയിട്ട് പോയേക്കിടൽ. ആ അമ്മക്ക് ഇൽഹാമാണ്, അമ്മ നബിയല്ലല്ലോ. ഇവരാണെങ്കിൽ എന്തിനു പറയും, ആ പെണ്ണിന് എന്തോ ചെയ്ത്താനാണ്, കുട്ടിനെ നീക്കിടല്ലേ. ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നേണ്ട സമയത്ത് അള്ള തോന്നിച്ചു, നിങ്ങളെ ഒരു ഏർപ്പാടോടെ നടക്കൂല. അതാണ് നടന്നിരിക്കും. മശായിഖന്മാരെ സന്നിധി ഒന്ന് നോക്കി നിങ്ങൾ. കുത്തുബുല്ലാലം ശൈഖുന മടവൂർ ഒരാൾക്കൊരു നിർദ്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതോടെ ഗണ്യതമായി നടക്കും. അത് വേറെ തന്നെയാണ്. അതെന്തോ ഒരു തോന്നലും കൂന്നലൊന്നും ആവില്ലത്. മൂസാ നബിൻ്റെ ഉമ്മ ഈ കുട്ടിനടുത്ത് പെട്ടി കിട്ടല്ലോ, പെട്ടിക്ക് ഓട്ടോ എടുക്കാൻ പറ്റും. പിന്നെ അതിൽ കഥ ഉണ്ടോ? ഞാൻ അടച്ചാലോ ശ്വാസം കിട്ടണ്ടേ? എങ്ങനെ നോക്കിയാൽ ഈ പെട്ടി ശരീരത്തിൽ കൊള്ളൂല. ആ പെട്ടി ചെന്നെത്തുന്നതോ ഫിരൗന്റെ കൊട്ടാരത്തിലേക്ക്. ഖുർആൻ എത്ര മനോഹരമായ സംഭവങ്ങൾ പറയുന്നുണ്ട്. ഇങ്ങനെ ലോകത്ത് ചരിത്രം അറിയപ്പെട്ടതാണ്. ബഹറിൽ കുട്ടിക്കാലത്ത് പെട്ടിയിൽ ഇട്ടിട്ട് എന്നിട്ട് ഒന്നും സംഭവിക്കാത്തൊരു പ്രധാനപ്പെട്ട ആളാണ്. അള്ളാഹ് റസൂലിന്റെ സംഭവത്തിൽ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ വല്ലാതെ അറിയപ്പെട്ടിട്ടില്ലല്ലോ. ഇത് സംഭവം മശൂറായി അറിയപ്പെട്ടല്ല. പിന്നെ ഈസാ നബിൻ്റെ കഥ. ഈസാ നബി തൊട്ടിൽ കിടക്കുമ്പോൾ സംസാരിക്കല്ലേ. മറിയമാണല്ലോ ഉമ്മ, വാപ്പല്ലല്ലോ. ഈസബിനും മറിയം. വിശുദ്ധമായ ഖുർആനിൽ ഈസാ നബിനെ പറയുമ്പോഴൊക്കെ മറിയം ബീവിയിലേക്ക് ചേർത്തി പറയാണ്. ആ അമ്മാൻ അന്ന് വ്യഭിചാരിണി എന്ന് പറഞ്ഞു, പ്രസവിച്ചു. ആളുകൾ വന്ന് ശല്യപ്പെടുത്തിയ സമയത്ത് അശാറത്തിയിലേ ആ തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചു എന്നല്ലേ. അപ്പൊ ഇവർക്ക് ദേഷ്യപ്പെട്ടു. അവിടെ കിടക്കുന്ന ആ കുട്ടിയിലേക്ക് ഞങ്ങളെന്താ പരിഹസിക്കാണ്, ഞങ്ങൾ പൊട്ടന്മാരാണോ? കാലു കൈഫ നുക്കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. തൊട്ടിൽ കിടക്കുന്ന ആ കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കാനാണ്? മറിയം ആളെ മക്കാറാക്കാണോ? ഉമ്മയെ കൊണ്ട് ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ കുട്ടി അവിടെ നിന്ന് സംസാരിച്ചു. ഖാൽ ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ് വജഅലനി നബിയ വജഅലനി മുബാറകൻ ഐനമാ കുൻതു ഫീ വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. തൊട്ടിലെന്നാ പറയണത്. ഞാൻ ഇന്നി അബ്ദുല്ലാഹ്, അള്ളാഹിന്റെ പ്രധാനപ്പെട്ട അബ്ദാണ് ഞാൻ. ആതാനിയൽ കിതാബ്, എനിക്ക് കിതാബ് തന്നിട്ടുണ്ട്. ആ കിതാബ് പുറത്തു വരുന്ന കുറെ കൊല്ലം കഴിഞ്ഞിട്ടാണ്. ഇഞ്ചീലിനെ പറ്റിയാ പറയണത്. വജാലനി മുബാറക്ക, ഞാൻ നല്ല ബർക്കത്തുള്ള ആളാണ്. കണ്ടങ്ങള് അങ്ങനത്തെ ഒരു പറയണത്. അല്ലാതെ നമ്മൾ സെന്റിനറിക്ക് വില ഒരു കല്ലാസും പെട്ടി ഉണ്ടാക്കി ഷാഫി ഇമാമിന്റെ പേര് എഴുതിയാണ്ട് അത് നല്ല ബർക്കത്തുള്ള പെട്ടിയാണ്. അങ്ങനെ കുറേ ബർക്കത്തുകൾ ഇറങ്ങി. ഇപ്പൊ വല്ലാതെ ബർക്കത്ത് ഇറങ്ങണില്ല. പെട്ടിയൊക്കെ അവിടെ കിടക്കാന്നാ പറയണത്. പെട്ടിയൊന്നും വരുന്നില്ല. മാനം കാക്കാൻ വേണ്ടി പറയുന്നത് ഗൂഗിൾ വൈക്കാ വരുന്നത്. അത് വരും. ആളുകൾക്ക് ഇത് മനസ്സിലായുണ്ട്. റസൂലുള്ളാഹിന്റെ പേരിൽ തന്നെ ഇവിടെ തട്ടിപ്പുകൾ നടത്തിയല്ലേ, എന്തെല്ലാം നടത്തി. നമ്മളിത് ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ കഴിഞ്ഞുപോയ മൂസാ നബി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം മഷ്ഹൂറായിരിക്കെ അവരൊക്കെ എൻ്റെ തഹ്തിലാണ്, ഞാൻ അവർക്കെല്ലാം നേതാവാണെന്ന് അഷ്റഫുൽ വറ സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖാണ്. അതാണ് നമ്മൾ ശൈഖുനെ പലപ്പോഴും നമ്മൾ ഓർമ്മപ്പെടുത്തി. നമ്മൾ മശായിഖന്മാർ
ഈമാൻ ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക തൗഫീഖാണ്, ഒരു ഇനായത്താണത്, അള്ളാഹുവിൻ്റെ ഫളിലാണത്. നമ്മളെന്തോ പ്രധാന കർമ്മം കൊണ്ടോ നമ്മളെന്തോ ആയതുകൊണ്ടോ എന്തോ സംഭവിക്കാതെ മനസ്സിലാക്കണ്ട. അത് എവിടെ മനസ്സിലാക്കുന്നുണ്ടോ അവിടെ നമ്മൾക്ക് അപകടം സംഭവിക്കും.